ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കൊരു വലിയ കടബാധ്യത പാരമ്പര്യമായി കിട്ടുന്നു. നിങ്ങൾ ചെയ്ത തെറ്റല്ല, പക്ഷെ ആ ഭാരം മുഴുവൻ നിങ്ങൾ പേറണം. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര നീതികേടായി തോന്നുന്നില്ലേ? തീർച്ചയായും ആർക്കായാലും അങ്ങനെ തോന്നും. ഇതാണ് ഉത്ഭവപാപം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ എന്ന ആശയത്തിന്റെ കാതൽ. ഇന്നത്തെ ഈ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കത്തോലിക്കാ സഭയുടെ കാറ്റക്കിസത്തിലെ മനുഷ്യന്റെ പതനവും ഉത്ഭവപാപവും എന്ന ഭാഗമാണ്. ഇതൊരു മതപ്രഭാഷണമല്ല കേട്ടോ. നമ്മൾ തികച്ചും നിഷ്പക്ഷമായി ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖ എന്താണ് പറയുന്നതെന്ന് ഡീകോഡ് ചെയ്യുകയാണ്. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം തിന്മകളുള്ളത് എന്ന ആ വലിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ രേഖകൾ നൽകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഥ തുടങ്ങുന്നത് മനുഷ്യനിൽ നിന്നല്ല. മനുഷ്യനിൽ നിന്നല്ലേ? അപ്പോൾ മനുഷ്യന് മുൻപ് വേറെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? തീർച്ചയായും. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുൻപ് തന്നെ പ്രപഞ്ചത്തിൽ മറ്റൊരു വലിയ പതനം നടന്നിട്ടുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതായത് മാലാഖമാരുടെ വീഴ്ച. ഉൽപ്പത്തി പുസ്തകത്തിൽ പാമ്പിനെക്കുറിച്ചൊക്കെ പറയുന്ന ആ ആലങ്കാരിക ഭാഷയ്ക്ക് പിന്നിൽ ശരിക്കും നടന്ന ഒരു സംഭവമുണ്ടത്രേ. അതായത് സാത്താനും മറ്റു ഭൂതങ്ങളും ആദ്യം നന്മയുള്ളവരായി സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു എന്നുള്ള വാദം അല്ലേ? എന്നിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ നിരാകരിച്ചു. പക്ഷെ എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. അവർക്ക് പിന്നീടൊരു തെറ്റ് തിരുത്താൻ കഴിഞ്ഞില്ലേ? ദൈവം ഭയങ്കര കരുണാമയനാണെന്നാണല്ലോ പറയുന്നത്. അവിടെയാണ് നമ്മൾ അവരുടെ ആ ഒരു പ്രകൃതം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് കരുണയില്ലാത്തതുകൊണ്ടല്ല അവർക്ക് മാനസാന്തരമില്ലാത്തത്. മാലാഖമാരുടെ ബുദ്ധി മനുഷ്യരുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവർ സമയത്തിനതീതമായ പൂർണ്ണ ബോധ്യത്തോടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് മനുഷ്യരെ പോലെ പതുക്കെ കാര്യങ്ങൾ പഠിച്ചും തിരുത്തിയും പോകുന്ന രീതിയല്ല അവരുടേത്. അപ്പോൾ അതൊരു വലിയ മലമുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് പോലെയാണല്ലേ? നടന്നു പോകുന്ന വഴി തെറ്റിയാൽ നമുക്ക് വേണമെങ്കിൽ തിരികെ നടക്കാം. പക്ഷേ താഴേക്ക് ചാടിയാൽ പിന്നെ ഗുരുത്വാകർഷണം അതിന്റെ പണി ചെയ്യും. വളരെ കൃത്യമായ ഉപമ. ആ തിരിച്ചെടുക്കാനാവാത്ത തീരുമാനമാണ് അവരുടെ പതനം. ഈയൊരു പശ്ചാത്തലത്തിലാണ് മനുഷ്യനിലേക്കുള്ള പ്രലോഭനങ്ങളെ നമ്മൾ കാണേണ്ടത്. ഏദൻ തോട്ടത്തിലെ ആ അറിവിന്റെ വൃക്ഷമെന്നത് മനുഷ്യൻ ഒരു സൃഷ്ടി എന്ന നിലയിൽ പാലിക്കേണ്ട പരിമിതികളെയാണ് സൂചിപ്പിക്കുന്നത്. റൈറ്റ്. എന്നാൽ ഈ വീണുപോയ മാലാഖമാരുടെ പ്രലോഭനത്തിൽപ്പെട്ട് മനുഷ്യൻ ആ പരിമിതികൾ ലംഘിച്ചു. ദൈവമില്ലാതെ തന്നെ ദൈവത്തെപ്പോലെ ആകാൻ മനുഷ്യൻ ശ്രമിച്ചു. അങ്ങനെ ആ ഐക്യം തകർന്നു. പക്ഷേ ഈ ആദിമ പാപം എങ്ങനെയാണ് ഇന്നത്തെ നമ്മളിലേക്ക് വരുന്നത്? അതൊരു കമ്പ്യൂട്ടർ വൈറസ് പോലെ സിസ്റ്റത്തെ മൊത്തത്തിൽ... ആ വൈറസ് ഉപമ കുറച്ചുകൂടി ഞെക്കമാക്കാം. ആ വൈറസ് സിസ്റ്റത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നില്ല. മനുഷ്യപ്രകൃതി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. മറിച്ച് അതിന് മുറിവേറ്റു എന്നാണ് രേഖകൾ പറയുന്നത്. മനുഷ്യൻ ഇപ്പോഴും നന്മ ചെയ്യാൻ കഴിയും. പക്ഷെ പെട്ടെന്ന് തിന്മയിലേക്ക് വീണുപോകാനുള്ളൊരു ചാഴിവ്, അതായത് ഒരു ബഗ് ആ സിസ്റ്റത്തിൽ കയറിക്കൂടി. അതായത് ഇതൊരു വ്യക്തിപരമായി ചെയ്യുന്ന തെറ്റല്ല, മറിച്ച് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെയൊരു ബഗ് ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണല്ലോ. നമ്മൾ പൂർണ്ണമായും തകർന്നവരാണോ? അതോ നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ വലിയ തർക്കങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും വലിയ യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ പെലാജിയസിനെ പോലുള്ള ചിന്തകർ പറഞ്ഞത് മനുഷ്യർക്ക് സ്വന്തം കഴിവുകൊണ്ട് തന്നെ പൂർണ്ണതയിലെത്താൻ കഴിയുമെന്നാണ്. ഉത്ഭവപാപം വെറുമൊരു ചീത്ത മാതൃക മാത്രമാണെന്നാണ് അവർ വാദിച്ചത്. അപ്പോൾ ഒരു ബഗ്ഗും ഇല്ല എന്നാണോ അവർ പറഞ്ഞത്? വളരെ പോസിറ്റീവായ ചിന്തയാണല്ലോ. അതെ, പക്ഷെ നേരെ മറിച്ച് 16-ാം നൂറ്റാണ്ടിലെ ആദ്യകാല പ്രൊട്ടസ്റ്റന്റ് ചിന്തകർ വാദിച്ചത് തികച്ചും വിപരീതമായ കാര്യമാണ്. ഈ പാപത്തോടുകൂടി മനുഷ്യന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായും നശിച്ചുവെന്നും നമ്മൾ അങ്ങേയറ്റം ദുഷിച്ചുപോയി എന്നുമാണ് അവർ പറഞ്ഞത്. ശരിക്കും രണ്ടറ്റങ്ങളിലുള്ള വാദങ്ങൾ. അപ്പോൾ ഈ കാറ്റക്കിസം ഇതിലേത് പക്ഷത്താണ് നിൽക്കുന്നത്? ഈ രണ്ടിനുമിടയിലുള്ളൊരു വഴി അവർക്ക് കണ്ടെത്തേണ്ടി വന്നില്ലേ? വളരെ കൃത്യം. സഭയെടുത്ത നിലപാട് മനുഷ്യപ്രകൃതിക്ക് മുറിവേറ്റു, എങ്കിലും അവന് സ്വതന്ത്ര ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിലേക്ക് ഈ രേഖകൾ വിരൽ ചൂണ്ടുന്നത്. ഈ മുറിവുകളെ നമ്മൾ മുഖവിലക്കെടുത്തില്ലെങ്കിൽ അത് സമൂഹത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും. അതൊന്ന് വിശദീകരിക്കാമോ? കാരണം ഈ പഴയൊരാശയം ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ശ്രോതാക്കൾക്ക് കൂടിയൊന്ന് മനസ്സിലാക്കാനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ സ്വതവേ തികഞ്ഞവനാണെന്നും
അവന് യാതൊരു കുഴപ്പവുമില്ലെന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ വ്യവസ്ഥകൾ ഉണ്ടാക്കിയാൽ എന്താകും അവസ്ഥ? മനുഷ്യന്റെ സ്വാർത്ഥതയെയും തിന്മ ചെയ്യാനുള്ള പ്രവണതയെയും നമ്മൾ അന്ധമായി അവഗണിക്കും. മനസ്സിലായി. അപ്പോൾ അത് വിദ്യാഭ്യാസം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ വലിയ തെറ്റുകളിലേക്കും ചിലപ്പോൾ ഏകാധിപത്യങ്ങളിലേക്കും വരെ നയിച്ചേക്കാം, അല്ലേ? അതെ അതെ. നമ്മൾ ഈ ഗ്രന്ഥങ്ങളെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യരിലെ ഈ തിന്മയിലേക്കുള്ള ചായ്വ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ നമ്മളെ സഹായിക്കും. തീർച്ചയായും അത് ശരിക്കും ചിന്തിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുന്നതിന് മുൻപേ നിങ്ങൾക്കായി ഒരു ചിന്ത. മനുഷ്യന്റെ പ്രകൃതിക്ക് തന്നെ ഇത്തരത്തിൽ മുറിവേൽക്കുകയും തിന്മയിലേക്ക് ചായുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആധുനിക സമൂഹത്തിലെ കർശനമായ നിയമങ്ങളും പോലീസും കോടതികളുമെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഈ ആന്തരികമായ തകരാറിൽ നിന്ന് നമ്മെ പരസ്പരം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവയാണോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.